ഹായ് സുഹൃത്തുക്കളെ, ഇന്നൊരു വിശേഷമുണ്ട്. എന്തെന്ന് പറയട്ടെ? പറയാൻ പോവുകയാണ്. ഇന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 31ാമത്തെ വർഷമായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഭർത്താവും കൂടി രാവിലെ കുളിച്ചൊരുങ്ങി ഞങ്ങളുടെ അടുത്ത് ഒരു മാടൻ ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രം, ചെറിയൊരു ക്ഷേത്രമാണ്. അവിടെ പോയി തൊഴുത് ഇതിന് ശേഷം ഞങ്ങളുടെ കല്യാണം നടന്നൊരു അമ്പലമുണ്ട്, മഹാവിഷ്ണു ക്ഷേത്രം. അതും കുറച്ചപ്പുറമാണ്. അങ്ങനെ അവിടേക്ക് പോകാനായിട്ട് അണ്ണനും ഞാനും കൂടി പോവുകയാണ്. അമ്പലം എത്താറായി. അവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണം. അന്ന് ഓഡിറ്റോറിയം, ചെറിയൊരു ഓഡിറ്റോറിയം ആയിരുന്നു. ഇപ്പോൾ അമ്പലത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്ന് അമ്പലമൊക്കെ വലുതാക്കി. അന്ന് ചെറിയൊരു അമ്പലമായിരുന്നു. ഇപ്പം അവിടെ ഉത്സവം 17-ാം തീയതി തൊട്ട് അവിടെ ഉത്സവം തുടങ്ങുകയാണ്. 10 ദിവസത്തെ ഉത്സവമുണ്ട്, അന്നദാനമുണ്ട്, ഉരുളുണ്ട്, പൊങ്കാലയുണ്ട്. അങ്ങനെ നല്ല നല്ല പരിപാടികൾ, ഒത്തിരി പരിപാടികൾ 10 ദിവസമുണ്ട്. കുട്ടികളുടെ ഡാൻസ് ഒക്കെയുണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ നടയിലെത്തി. ഇനി അവിടെ കയറി തൊഴുവണം, പ്രാർത്ഥിച്ചിട്ട് വേണം അടുത്ത അമ്പലത്തിൽ പോകാൻ. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 10 ദിവസവും ദശാവതാര ചാർത്ത് ഉണ്ട്. ഒത്തിരി ആളുകൾ ദൂരെ ദൂരെ നിന്നൊക്കെയാണ് അമ്പലത്തിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അവതാര ചാർത്ത് കാണാൻ വരുന്നത്. ഭയങ്കര തിരക്കാണ്. അത്ര വലിയ അമ്പലമാണ്. ഞങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ ഇതൊരു ചെറിയൊരു അമ്പലമായിരുന്നു. ഇപ്പോൾ ഈ അമ്പലം വലിയൊരു അമ്പലമായി. അങ്ങനെ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി വന്ന് തൊഴുത് മനസ്സ് നിറഞ്ഞു. ഇനി ഇവിടെ നിന്ന് പോകണം എൻ്റെ ഭർത്താവിൻ്റെ കുടുംബക്ഷേത്രം, അവിടെയും പോയി ഒന്ന് തൊഴുവണം. എല്ലാ വർഷവും ഞങ്ങൾ 3 ക്ഷേത്രങ്ങളിലും പോയി തൊഴുത് പൂജയൊക്കെ നടത്തി ഇട്ടാണ് വരുന്നത്. അങ്ങനെ അവിടത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ച് ഇവിടെയെല്ലാം കയറി മഹാവിഷ്ണുവിനെ കണ്ട് തൊഴുത് സന്തോഷമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷം ഞങ്ങൾ നമ്മുടെ അണ്ണൻ്റെ ക്ഷേത്രത്തിലേക്ക് പോകും. ദേവീക്ഷേത്രമാണ്, ഈഴമള ഭദ്രകാളി ക്ഷേത്രമാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കൊടിമരമൊക്കെയാണ്. അങ്ങനെ എല്ലായിടവും ഒന്ന് കറങ്ങി കണ്ട് നല്ലൊരു ദിവസം. എന്തായാലും 10-31 വർഷം ഞങ്ങളിങ്ങനെ ചെറിയ ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ പോവുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ സന്തോഷമായിട്ട് പോവുകയാണ്. എന്തായാലും അമ്പലത്തിലൊക്കെ കയറി തൊഴുത് മനസ്സ് നല്ല സന്തോഷം തോന്നി. മഹാവിഷ്ണുവിനെ കണ്ട് നല്ലോണം പ്രാർത്ഥിച്ച് എന്തോ മനസ്സിനൊരു ശാന്തി സമാധാനമൊക്കെ തോന്നി. അങ്ങനെ അണ്ണൻ്റെ കുടുംബക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ഈഴമള ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അവിടെ പോയി ഒന്ന് കണ്ട് ദൈവത്തിനെ കൊണ്ട് കണ്ട് കൈയെടുക്കുമ്പോൾ മനസ്സ് ഒരു സമാധാനം. എല്ലാ വർഷവും 3 ക്ഷേത്രങ്ങളിൽ പോകും. അതുകൊണ്ട് ഈ വർഷവും അത് മുടക്കിയില്ല. അങ്ങനെ ഈഴമള ക്ഷേത്രത്തിലും എത്തി തൊഴുത് ഞങ്ങൾ ഇറങ്ങുകയാണ്. മാറ്റി എന്തായാലും അണ്ണൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുത് മനസ്സ് നിറഞ്ഞ് ഇറങ്ങി. പെട്ടെന്നൊരു പാക്കിയക്കുറി കട കണ്ട് അവിടെ വണ്ടി നിർത്തി. അവിടെ നിന്നൊരു പാക്കിയക്കുറി മേടിച്ച് എനിക്ക് തന്നു. വേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ അണ്ണൻ കേൾക്കില്ല. പാക്കിയക്കുറി അടിച്ചതുമില്ല. ചുമ്മാ 50 രൂപ കൊണ്ട് കളയുകയും ചെയ്തു. ഞങ്ങൾ എന്തായാലും പോവുകയാണ് കേട്ടോ, വീട്ടിലേക്ക് പോവുകയാണ് അമ്പലത്തിൽ. ഓക്കെ, ബിരിയാണി വെക്കാൻ പോവുകയാണ്. ഉള്ളിയൊക്കെ വാട്ടാം, ചിക്കനൊക്കെ ഇട്ട് ഒന്ന് വാട്ടി പായസം വയ്ക്കാം. ചൗരിയും കൂടി വെള്ളം തിളച്ച് ഇട്ട് കൊടുക്കാം. അതിവിടെ വേവട്ടെ. ഇന്ന് എന്തായാലും ചെറിയൊരു ആഘോഷമാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെറുതായിട്ടൊരു ബിരിയാണി ഒക്കെ വെച്ച് അതിൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് പിന്നെ ഒരു പായസം, ഒരു ബ്രഹ്മസലിയും വെച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാം കൂടി ഒത്തിരുന്ന് ആഹാരമൊക്കെ കഴിച്ചു. സന്തോഷമായി. വൈകിട്ട് ചെറിയൊരു കേക്ക് മുറിയും, അത്രയും. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് ജീവിതത്തിൽ, മറക്കാനാവാത്ത നിമിഷങ്ങൾ. ഇതൊക്കെ ഇന്ന് ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കാമല്ലോ.
അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി കുഞ്ഞുങ്ങൾക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം, ഓർത്ത് വയ്ക്കാൻ വേറൊന്നുമില്ല. ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കൂടി പങ്ക് വയ്ക്കുകയാണ്. എല്ലാവരും ഇതുപോലെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുക, സ്നേഹമായിട്ട് കഴിയുക. ചെറിയ ചെറിയ ഇണക്കവും പിണക്കവും ഒക്കെ ആയാലും അതൊക്കെ മറന്ന് ഹാപ്പി ആയിട്ട് കഴിയുക. താങ്ക് യു.